സോറി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റല്ലേ? നോക്ക്, ഗുഡ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ? അല്ലേ? സോ കാന്താര ചാപ്റ്റർ 1. അപ്പം ഈ മൂവിയിലെ മറ്റൊരു ഡയറക്ഷനും പിന്നെ അങ്ങനെ എന്തെല്ലോ സംഭവങ്ങൾ ഒരാൾ തന്നെ ചെയ്ത്, അതായത് ഒരാൾ ചെയ്തിട്ട് അത് അത്രയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ബട്ട് അയാളെ നമുക്ക് കാര്യമായിട്ട് എനിക്ക് മലയാള നടന്മാരെ അറിഞ്ഞൂടാ. പിന്നെ ആ പടം കണ്ട് അല്ലാതെ മലയാളം നടനല്ലേ ഞാൻ കണ്ട സിനിമ മലയാളത്തിൻ്റെ അല്ലായിരുന്നു, അതുകൊണ്ടാണ് മലയാള നടനാണോ എന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു പടം എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മറ്റേ ലോക ചാപ്റ്റർ 1 അത്രയൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് ഐ ലൈക്ക് ദിസ് ചാപ്റ്റർ 1. ഇനി ഒരു ചാപ്റ്റർ 2 ഉണ്ടോയെന്ന് നോ എനിക്കറിയില്ല. സോ എന്തായാലും കൊള്ളാടെ പടം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യും. അതായത് ഞാൻ ഒബ്വിയസ്ലി സജസ്റ്റ് ചെയ്യും, നിങ്ങളുടെ ചോയ്സാണ്. ബട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഡെഫിനറ്റ്ലി ഗോ ആൻഡ് സീ ഗൈസ്. അപ്പോൾ ഒരു വർത്തായിട്ടുള്ളൊരു മൂവിയാണ്. നിങ്ങൾക്ക് ലോക ചാപ്റ്റർ 1 അത്രയൊന്നും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. ലോക ചാപ്റ്റർ 1 അത്ര ഇല്ലെങ്കിലും ഇറ്റ്സ് ഗുഡ്. ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, ആവറേജിൻ്റെ അപ്പുറമാണ്. അതായത് അടിപൊളി പടമാണ്. ബട്ട് മറ്റേ ലോകേൻ്റെ അത്രയൊന്നും എത്തൂല എന്നുള്ളൂ, അല്ലാണ്ട് സെറ്റ് പടമാണ്. ബട്ട് ഈ മൂവി ലോകേനേക്കാളും ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ട് ലോകേൻ്റെ അത്ര എത്തുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ബ്രില്യൻറ്റ് ഗുഡ് അൾട്രാ മൂവി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല, സ്പോയിലർ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. അതുകൊണ്ട് ഇതൊരു 3 മിനിറ്റൊക്കെ ഉണ്ടാവും. ഡീറ്റെയിൽ സ്പോയിലർ വേണമെങ്കിൽ ഞാൻ ചെയ്യാടെ, ചാൻസ് കുറവാണ്. അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച് ഇറ്റ്. അല്ലാണ്ട് റിസ്ക് എടുത്തിട്ടൊന്നും പോയി കാണണ്ട. അതൊരു പടവും കണ്ട, ലോക നല്ലൊരു പടവും. അപ്പം എന്തായാലും കാന്താര ചാപ്റ്റർ 1 യു നീഡ് ടു സീ, ഗോ ആൻഡ് സീ, അത്രയേ ഉള്ളൂ. അപ്പം അത്രയും അടിപൊളി പടമാണേ. ഇത് എത്ര ബഡ്ജറ്റിൽ ഇറങ്ങിയെന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നത് ലോകേനേക്കാൾ കൂടുതലാവാനാണ് ചാൻസ്. ഒരു 50 കോടിയിലൊക്കെ ഇറങ്ങാനാണ് 50 കോടിയോ 100, അതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം എന്തായാലും എനിവേയ്സ് ഇറ്റ്സ് എ ഗുഡ് മൂവി. അപ്പോൾ ബൈ ബൈ. ഇങ്ങനല്ല അവിടെ വർക്കായില്ല, മിനിറ്റ് ബാക്ക് നാക്കാം. ഭൂമല്ല, അങ്ങനെയല്ല, സെറ്റായി ഗൈസ്. ഗുഡ് ബൈ. ബൈ ബൈ. അങ്ങനെ സെറ്റാകുന്നില്ല. എനിവേയ്സ് എനിക്ക് അങ്ങനത്തെ ഒരു നല്ല ഇങ്ങനെ ഒന്ന് ആക്കണമെന്നുണ്ടെങ്കിൽ നടന്നില്ല. അപ്പോൾ എന്തായാലും എനിവേയ്സ് യു നീഡ് ടു സീ, ഗോ ആൻഡ് വാച്ച് ഇറ്റ്. പീസ് ഔട്ട്.